സമരം അവസാനിപ്പിക്കാൻ CJP സർക്കാരിന് മുന്നിൽ 3 നിബന്ധനകൾ വയ്ക്കുമ്പോൾ ഈ 3 നിബന്ധനകളിൽ ഏത് അംഗീകരിച്ചാലും ഒന്ന് മാത്രം കേന്ദ്ര സർക്കാർ അംഗീകരിക്കില്ല എന്ന് നമ്മളെല്ലാം വിചാരിച്ചു. അതായത് കേന്ദ്ര മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, കുട്ടികൾക്ക് മരണപ്പെട്ടുപോയ കുട്ടികൾക്ക്, ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം, ദില്ലിയിൽ അഴിഞ്ഞാടിയവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കൽ. ഈ 3 നിബന്ധനകളാണ് CJP അന്ന് ചർച്ചകളിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ പോലും ദില്ലിയിൽ വലിയ അക്രമങ്ങൾ നടത്തിയ അക്രമകാരികൾക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കും എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുമെന്നാരും കരുതിയതല്ല. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ആ ഉറപ്പ് നൽകി. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെ ഉള്ള കേസുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂവെന്നും അക്രമം നടത്തിയ ആൾ വിദ്യാർത്ഥിയല്ല എങ്കിൽ അവർക്കെതിരെ വളരെ കൃത്യമായ നടപടി സ്വീകരിക്കും എന്നുമൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു കേസുകൾ പിൻവലിക്കുന്നതിനെ പലരും എതിർത്തിട്ടുണ്ട്. രാജസ്ഥാനിൽ നിന്നുള്ള പല സംഘടനകളും സർക്കാർ ഈ കേസുകൾ പിൻവലിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ ഇതിനെതിരെ കോടതിയിൽ പോകും, സർക്കാരിനത് അങ്ങനെ നേരിട്ട് പിൻവലിക്കാൻ കഴിയില്ല, സർക്കാരിൻ്റെ ശുപാർശയോടുകൂടി കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ അത് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ കോടതിയിൽ ഈ വിഷയം വരുമ്പോൾ ഞങ്ങളിതിനെ ശക്തമായി എതിർക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഏതാനും ചില സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ ഗൗരവകരമായ അക്രമ പ്രവർത്തനം നടത്തിയിട്ടുള്ള അതീവ സുരക്ഷാ മേഖലയായ പാർലമെൻറ്റ് പരിസരത്ത് പോലും കയറി അക്രമ പ്രവർത്തനങ്ങൾ, പോലീസ് വാനുകൾ തല്ലി തകർക്കലുകൾ, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക, കല്ലെറിയുക, ഇങ്ങനെയുള്ള വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ കേസുകൾ പോലും ഇങ്ങനെ പിൻവലിക്കുന്നത്. കാരണം ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളായിരുന്നില്ല ഭൂരിഭാഗവും, 90 മുതൽ 95% വരെ നോൺ സ്റ്റുഡൻസ് ആയിരുന്നു, അതായത് വിദ്യാർത്ഥികളല്ലാത്ത ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഗുണ്ടകൾ അവിടെ കേന്ദ്രീകരിച്ചിരുന്നു, നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ലഹരിക്കടത്തുകാർ അവിടെ കേന്ദ്രീകരിച്ചിരുന്നു. ഇങ്ങനെ ഒട്ടനവധി ഭീകരന്മാരും അതുപോലെ തന്നെ ക്രിമിനലുകളും അവിടെ ഉണ്ടായിരുന്നു. അവർ നടത്തിയ ഈ അക്രമം നടത്തിയത് തങ്ങളല്ല എന്നും പുറത്തുനിന്ന് വന്ന ഗുണ്ടകളും ക്രിമിനലുകളുമാണെന്ന് CJPയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് പോലും പറയുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള കേസുകൾ പിൻവലിക്കുന്നത് അക്രമത്തിന് ആഹ്വാനം നൽകുന്നതാകും. ഭാവിയിൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ നടത്തിയതിനു ശേഷം കേസുകൾ പിൻവലിക്കും എന്നൊരു ധാരണയുണ്ടാക്കിയാൽ അത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അക്രമങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ന് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉൾപ്പെടെയുള്ള 3 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ഈ അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബീഹാറിൽ വലിയ കലാപം നടക്കുകയാണ്. ബീഹാർ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. ദില്ലിയിലെ ജന്തർ മന്ദർ സമരം, ആ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ തുടങ്ങിയതാണ് ബീഹാറിലെ അക്രമ സംഭവങ്ങൾ. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ബീഹാറിലെ ക്രിമിനലുകളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള ട്രെയിൻ തകർക്കൽ ഉൾപ്പെടെയുള്ള അക്രമ പ്രവർത്തനങ്ങൾ ഇതിനോടനുബന്ധിച്ച് നടത്തും. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ ഇത്തരം ക്രിമിനലുകളെ ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അക്രമം നടത്താനാണ് CJP പദ്ധതിയിട്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബീഹാറിൽ ഇപ്പോഴും അക്രമം ശമിച്ചിട്ടില്ല. ആ അക്രമം ഇപ്പോഴും ബീഹാറിൽ തുടരുകയാണ്. ബീഹാറിൽ AK-47 തോക്കുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് വെടിവെപ്പ് നടന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതേസമയം ഈ തോക്കുകൾ തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് പോലീസും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവകരമായ ചില സംഭവങ്ങൾ ബീഹാറിൽ അരങ്ങേറുന്നുണ്ട്. അത് രാജ്യത്തിൻ്റെ മറ്റു പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 3 ആവശ്യങ്ങളും ഉന്നയിച്ചിട്ടും സമരം അവസാനിപ്പിക്കാനോ അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനോ CJP തയ്യാറായിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കാര്യമെടുത്താൽ പ്രതിപക്ഷം നിലപാടെടുത്തിരുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ പാർലമെൻറ്റിൽ നടപടികളുമായി സഹകരിക്കാമെന്നും ഈ വിഷയം ചർച്ച ചെയ്യാമെന്നുമാണ് രാഹുൽ ഗാന്ധി ഉറപ്പ് പറഞ്ഞിരുന്നത്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഇന്നും പാർലമെൻറ്റിൽ വലിയ ബഹളമാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയത്. ചോദ്യോത്തര വേളയിലേക്ക് സ്പീക്കർ കടന്നയുടൻ തന്നെ പെല്ലറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട്, അതായത്
വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കെതിരെ CJPയുടെ പ്രക്ഷോഭകർക്കെതിരെ സർക്കാർ അതുപോലെ തന്നെ കേന്ദ്രസേന പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചു എന്ന ഒരു ആരോപണമുണ്ടായിരുന്നു. ആരോപണം സ്ഥിരീകരിക്കപ്പെട്ടു എന്നൊക്കെ വാർത്തകൾ വരുന്നു. ആ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ചോദ്യോത്തരവേള നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണം എന്ന് ഇപ്പോൾ കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചോദ്യോത്തരവേള നിർത്താൻ തയ്യാറല്ല എന്ന് സ്പീക്കർ അറിയിക്കുന്നു. ആദ്യം മുതൽ തന്നെ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിരുന്നതാണ്. അതിന് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞു, അതും രാജിവെച്ചിരിക്കുന്നു. ഇപ്പോൾ ചോദ്യോത്തരവേള റദ്ദാക്കണമെന്ന് പറയുന്നത് ശരിയല്ല എന്ന മുന്നറിയിപ്പോടു കൂടിയാണ് സഭാ നടപടികൾ ഇന്ന് 12 മണി വരെ നിർത്തിവെച്ചിരിക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷം ഇന്ന് സഭയ്ക്ക് പുറത്തും ചില സമരങ്ങൾ നടത്തി. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം തീർച്ചയായും അദ്ദേഹം MP ആണ്, അദ്ദേഹം പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അങ്ങനെ പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ വന്ന ധർമ്മേന്ദ്ര പ്രധാന് വലിയ സ്വീകരണമാണ് BJP NDA MP മാർ നൽകിയത്. അവരെല്ലാം ഹസ്തദാനത്തോടു കൂടി ധർമ്മേന്ദ്ര പ്രധാനെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹവുമായി കുശലാന്വേഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതേസമയം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ ഗോബാക്ക് വിളിച്ചുകൊണ്ട് ബാനറും പിടിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രതിപക്ഷ MP മാർ പാർലമെന്റിന്റെ പുറത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഇത് ധർമ്മേന്ദ്ര പ്രധാനെ വീണ്ടും വേട്ടയാടാനുള്ള ഒരു നിലപാടാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കമാണ് എന്ന് BJP വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജിയാണ്. അതായത് കേന്ദ്ര സേനാംഗങ്ങൾ പെല്ലറ്റ് തോക്കുകൾ പ്രതിഷേധക്കാരെ നേരിടാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന ഒരു വാദം, ആ വാദം സ്ഥിരീകരിക്കപ്പെട്ടുവെന്ന വാർത്ത, അതിന് പാർലമെൻറ്റിൽ മറുപടി നൽകണം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി നൽകണം. അതുവരെ ചർച്ചയില്ല, അതുവരെ പാർലമെൻറ്റ് നടപടികളുമായി സഹകരിക്കില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരികയാണ്. പാർലമെൻറ്റ് പരിസരമാണ്, അവിടങ്ങളിലേക്ക് അതീവ സുരക്ഷാ മേഖലയാണ്. അവിടങ്ങളിലേക്ക് ജനം ഇരച്ചു കയറുകയും അത് നിയന്ത്രിക്കാൻ പറ്റാതാവുകയും ചെയ്താൽ തീർച്ചയായും പെല്ലറ്റ് തോക്കുകൾ ഉൾപ്പെടെ ഉപയോഗിക്കേണ്ടി വരും. അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ച് രാഷ്ട്രീയത്തിൽ ചില വ്യാഖ്യാനങ്ങൾ, അതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ ഈ പാർലമെൻറ്റ് അവസാനിക്കും വരെ നടത്താനാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. അവരുടെ തന്ത്രം ഇങ്ങനെയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതാണ് ഇപ്പോൾ ഭരണപക്ഷത്തെ വീണ്ടും ചൊറിയുക. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെടുക, അതിനുശേഷം ഇപ്പോൾ ഇതാ ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുക എന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോഴും ഈ വിഷയത്തിന്മേൽ ഒരു ദുരൂഹമായ മൗനം തുടരുകയാണ്. ദില്ലിയിൽ പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെടുന്നു, അവർ പാർലമെൻറ്റ് മാർച്ച് നടത്തുന്നു. ഈ സമയത്തൊന്നും തന്നെ ഒരു പ്രസ്താവനയുമായി അമിത്ഷാ രംഗത്തെത്തിയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ ഏവരും ചർച്ച ചെയ്യുന്ന ഇപ്പോഴത്തെ മറ്റൊരു വിഷയം. ഏറ്റവും ഒടുവിലായി ഈ ഒരു ചർച്ചയൊക്കെ വന്നപ്പോൾ ഒരു ചെറിയ പ്രസ്താവന ധർമ്മേന്ദ്ര പ്രധാൻ്റെ മഹാമനസ്കതയെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു എന്നല്ലാതെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാനോ ഒരു മുന്നിൽ നിന്ന് നയിക്കാനോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ടായിരുന്നില്ല. ഇത് BJPക്കകത്തോ മുന്നണിക്കകത്തോ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യത്തിൻ്റെ ഭാഗമാണോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ഭാഗമാണോ, അതോ ഈ 3 നിബന്ധനകൾക്ക് മുന്നിൽ സർക്കാർ കീഴടങ്ങുന്നതിനുള്ള അതൃപ്തിയുടെ ഭാഗമാണോ എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായ പ്രകടനം നടത്തുകയോ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്യുന്നില്ല. മൗനം അദ്ദേഹം തുടരുന്നു എന്നുള്ളതാണ്. ആ അമിത്ഷായോടാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ പ്രസ്താവന നടത്താൻ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്ന ആരോപണം അത് ഇരുസഭകളെയും പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാജ്യസഭയും അതുപോലെ തന്നെ ലോക്സഭയും ഒരുപോലെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും കേന്ദ്ര സർക്കാർ വളരെ വലിയ നാടകീയമായ നീക്കം നടത്താനിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് വീണ്ടും പ്രതിപക്ഷം പിടിമുറുക്കിയിരിക്കുന്നത്. രാജിയിലൊന്നും കാര്യങ്ങൾ അവസാനിക്കില്ല, പ്രതിപക്ഷത്തിൻ്റെ അജണ്ട മറ്റൊന്നാണ് എന്ന് തെളിയിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. രാജിവെച്ചെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം ഇങ്ങനെ പ്രതിഷേധത്തിൻ്റെ സ്വരം ഉയർത്തുകയാണ്. ആ പ്രതിഷേധത്തിൻ്റെ സ്വരം പാർലമെൻറ്റിൻ്റെ അവസാനം, ഈ പാർലമെൻറ്റ് സെഷൻ്റെ അവസാനം വരെ കൊണ്ടുപോവുകയാണ് പ്രതിപക്ഷത്തിൻ്റെ അടവ് എന്ന് BJP ഇപ്പോൾ വിലയിരുത്തുന്നു. എന്നാൽ BJPക്കകത്ത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയോടുകൂടി മറ്റു പല മാറ്റങ്ങളും സർക്കാരിലും അതുപോലെ തന്നെ പാർട്ടിയിലും വരുമെന്ന ഒരു ചർച്ചയുണ്ട്. കേന്ദ്ര
ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഉപപ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്ന വാർത്തയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ധനവകുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മന്ത്രിസഭാ വികസനം അത് ഏത് ദിശയിലേക്ക് പോകും എന്നറിയില്ല. എന്തായാലും ഒരു വലിയ മാറ്റത്തിന് BJP തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. പാർലമെന്റ് സമ്മേളനത്തിൽ പ്രത്യേകിച്ചും നിർണായകമായ പല ബില്ലുകളും വരാനിരിക്കുന്നു. ആ സാഹചര്യത്തിൽ പാർലമെന്റിൽ ബഹളം അത് വർദ്ധിപ്പിക്കുകയാണ്. അത് നിരന്തരം തുടരുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും. എന്നാൽ അതിനെ കൃത്യമായി നേരിടാൻ BJP ഒരുങ്ങുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടുകൂടി കാര്യങ്ങൾ രാജിയാകുന്നില്ല. പലയിടങ്ങളിലും അക്രമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന CJPയെ കൂച്ചുവിലങ്ങിടാൻ BJP തയ്യാറാകുമോ, സർക്കാർ തയ്യാറാകുമോ, അതോ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പ്രതിപക്ഷം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? അതായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം ഇതാണ്.